കാര്യവട്ടത്തെ ഇന്ത്യ ന്യൂസിലൻഡ് മത്സരത്തിന്റെ ഭാഗമാകാൻ സഞ്ജുവിനെ കൂടാതെ മറ്റൊരു മലയാളി കൂടിയുണ്ട്. കേരളത്തിന്റെ ഇതിഹാസ താരവും അന്താരാഷ്ട്ര അമ്പയറുമായ നമ്മുടെ പ്രിയപ്പെട്ട അനന്തപത്മനാഭൻ. സ്വന്തം നാട്ടിൽ മറ്റൊരു മത്സരം കൂടി നിയന്ത്രിക്കാനാവുന്നതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ അനന്തപത്മനാഭനുള്ളത്. സഞ്ജു സാംസൺ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് അനന്തപത്മനാഭന്റെ പ്രതീക്ഷ. ക്രിക്കറ്റ് ആവേശത്തിലാണ് കാര്യവട്ടം. സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ കാര്യവട്ടത്ത് ആദ്യമായി കളിക്കാൻ ഇറങ്ങുമോ എന്ന വലിയ ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ, മലയാളി ആരാധകർ. അതിനിടയ്ക്ക് തന്നെ മറ്റൊരു മലയാളി കൂടി ഈ മത്സരത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിന്റെ ഇതിഹാസ താരം അന്താരാഷ്ട്ര അമ്പയർ അനന്തപത്മനാഭനാണ്. നമസ്കാരം സർ. അപ്പോൾ നേരത്തെ ഒരു മത്സരം കഴിഞ്ഞ തവണ ഇവിടെ നിയന്ത്രിക്കാൻ, ഫീൽഡ് അമ്പയറായിട്ട് നിയന്ത്രിക്കാൻ അവസരം, ഇത്തവണ TV അമ്പയറായിട്ടാണ് ഉണ്ടായിരുന്നത്. പുതിയൊരു തരത്തിലുള്ള ഇതാണ്. അതന്നെ, ഒരു ഫോർത്ത് അമ്പയറായി, ഒരു ഓൺ ഫീൽഡായി, ഒരു TVയും കൂടെ ആയി. അപ്പം 3 മേഖലയും നമുക്ക് ചെയ്യാൻ പറ്റി ഇവിടെ. സോ നന്ദിയുണ്ട്. എന്നാൽ നമുക്കിത് നമ്മുടെ ഹാർഡ് വർക്കൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ദൈവത്തിൻ്റെ ഒരു ഡെസ്റ്റിനിയുടെ ഒരു ഹാൻഡായിട്ടാണ് ഞാനിത് കാണുന്നത്. തീർച്ചയായിട്ടും അതിന് നന്ദിയുണ്ട്. സോ നല്ലൊരു മാച്ച് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ, സ്വന്തം കാണികൾക്ക് മുമ്പിൽ അത് വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് തന്നെയാണ്. എല്ലാ മാച്ചും നമുക്ക് സന്തോഷമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗ്രൗണ്ടിൽ നമുക്ക് പലപ്പോഴും അല്ലെങ്കിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രൗണ്ടിൽ നമുക്ക് അവിടെ കളിക്കാൻ പറ്റിയില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് വേറൊരു റോളിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പറഞ്ഞു തുടങ്ങിയത് സഞ്ജുവിനെ കുറിച്ചായിരുന്നു. സഞ്ജു പക്ഷേ ആദ്യത്തെ അന്താരാഷ്ട്ര മത്സരത്തിന് അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. എന്താണ് സഞ്ജു ഇപ്പോൾ ഷോർട്ട് ഓഫ് റണ്ണാണ്. അപ്പോൾ സഞ്ജുവിന് ഫോമിലേക്ക്, സ്വന്തം കാണികൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ സഞ്ജു എന്താവും എന്നുള്ളതൊരു സീനിയർ പ്ലെയർ, കേരളത്തിൽ നിന്നുള്ള സീനിയർ പ്ലെയറും കൂടി എങ്ങനെയാണ് സഞ്ജുവിനൊക്കെ? സഞ്ജു എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിൽ ടാലൻറ്റിനെ കുറിച്ചോ അയാളുടെ ബാറ്റിങ്ങിനെ കുറിച്ചോ സംശയമൊന്നുമില്ല. കാരണം ഇപ്പോൾ 3 മാച്ച് ഫെയിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു പുതുമയല്ല. ഒരുപാട് പേർക്ക് ഫെയിലിയർ ഉണ്ടാവും. ഇപ്പോൾ വിരാട് കോഹ്ലിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിന് 99-100 അടിച്ചതിന് കഴിഞ്ഞിട്ട് പിന്നെ 100ാമത്തെ 100 അടിക്കാൻ 3 കൊല്ലം വേണ്ടി വന്നു. എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. സഞ്ജുവിനും അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ട്. റൺ അടിച്ചിട്ടുമുണ്ട്. 50 ബോളിലൊക്കെ 100 കഴിഞ്ഞ ഇതിൽ 3 സെഞ്ചുറി അടിക്കാൻ പറ്റും ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ. ഏറ്റവും കൂടുതൽ അടിച്ച സഞ്ജു ആയിരുന്നു. തീർച്ചയായിട്ടും എനി ടൈം അത് മാറാം. സഞ്ജു ഒരു 30-40 ബോൾ നാളെ കളിച്ച് കഴിഞ്ഞാൽ അത് മാറും. ഇപ്പോൾ എല്ലാവരും നമ്മൾ പറയുന്ന ഔട്ട് ഓഫ് ഫോം എന്നുള്ളതൊക്കെ മാറണമെങ്കിൽ ഒരു 30-35 ബോളിൻ്റെ സമയം മതി സഞ്ജുവിന്. അതിനുള്ള എബിലിറ്റി എല്ലാവർക്കും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. സോ അത് വരട്ടെ. നമ്മുടെ തിരുവനന്തപുരം മണ്ണിൽ തന്നെ അതിന് സഞ്ജുവിന് സംഭവിക്കട്ടെ, അത് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ടീം ഗംഭീരമായി പ്രകടനം തുടരും. അപ്പോൾ തന്നെ താങ്കൾക്കും അമ്പയറിങ്ങിൽ കേരളത്തിൻ്റെ ഇതിഹാസ താരമാണ്. അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചത് അദ്ദേഹം ഇന്ത്യൻ ടീമിൽ കയറി പറ്റുന്ന ആദ്യ മലയാളിയൊക്കെ ആവുന്ന ഒരു പ്രതീക്ഷയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുതിയ അമ്പയറിങ്ങിൽ അദ്ദേഹം വലിയ പ്രകടനവും അല്ലെങ്കിൽ അത്ര ഡിസിഷനിലൂടെയൊക്കെ തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ വീണ്ടും നടക്കുന്ന മത്സരത്തിൽ ഏറ്റവും ഗംഭീരമായി ഒരു കോഴിക്കോട് പ്രകടനം കാഴ്ച സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ, അനന്തപത്മനാഭനാണ് സംസാരിച്ചത്. എന്തായാലും നമ്മുടെ ഇതിഹാസ ക്രിക്കറ്റ് താരം അദ്ദേഹം ഇപ്പോൾ അമ്പയറിംഗ് ഫീൽഡിൽ കൂടി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണ് സംസാരിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് സിറിലിനൊപ്പം അനിൽ വാസുദേവ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.